എനിക്ക് 1-2 മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു പ്രയാസം. ഇമോഷണലി നമ്മളെ അൺസ്റ്റേബിൾ ആയിട്ട് ചിന്തിക്കും നമ്മളൊക്കെ എന്തോരം ബ്ലെസ്ഡ് ആണെന്നുള്ള കാര്യം കയറിയിരിക്കുമ്പോൾ അങ്ങനെ നമ്മൾ അതുവഴി അങ്ങ് പോയി പോകും, വേറൊരു ലോകത്തായിപ്പോ. നമ്മൾ ആ ഡെസേർട്ടിലുള്ള പോലെ നമുക്ക് തോന്നി. നമ്മൾ ഗൾഫിലെന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. കരഞ്ഞ് തലവേദന എടുത്തിട്ട് ചെന്ന് കിടന്ന് കഷ്ടപ്പെടുന്ന മക്കളെ രംഗങ്ങളൊക്കെ ഓർമ്മിച്ചു പോയി. നമ്മൾ ഉപജീവന മാർഗത്തിനാണല്ലോ അന്യദേശത്ത് പറഞ്ഞു വിടുന്നത്, കിടക്കാടമൊക്കെ പണയം വെച്ച്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ജോലിയില്ല, കൂലിയില്ല, നാട്ടിൽ ഒരു വിവരം അറിയിക്കാനും നിവർത്തിയില്ല. അങ്ങനെയുള്ള കഷ്ടതയിലാവുമ്പോൾ, കാരണം എനിക്ക് 1-2 മക്കളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു പ്രയാസവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ പിന്നെ കുറച്ചുകൂടെ നേരിട്ട് കാണാൻ പറ്റാത്തത് ഇപ്പം സിനിമയിലൂടെ കണ്ടു. കരയാതെ ഇരിക്കാൻ, സന്മനസ്സുള്ളവർക്ക് കരയാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കുറ്റം പറയല്ലേ, ആ ഒരു ഞാൻ നോവല് വായിച്ചതാണ്. സത്യം പറഞ്ഞാൽ കരഞ്ഞ് തലവേദന എടുത്തിട്ട് വേറൊന്നും പറയല്ല. ഭയങ്കര അനുഭവമാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. അടിപൊളിയായിരുന്നു, നല്ല പടമായിരുന്നു. പറയാനെല്ലാം ഉണ്ട്. പൃഥ്വിരാജിൻ്റെ അഭിനയമായാലും സിനിമാറ്റോഗ്രഫി ആയാലും സ്റ്റോറി ആയിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഓസം മൂവിയായിരുന്നു. എൻ്റെ അച്ഛൻ 20 വർഷത്തിന് മേലായിട്ട് ഗൾഫിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നല്ലപോലെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറേ ഇമോഷണലി കണക്റ്റായ പടമാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അന്ന് വായിച്ചതിനെക്കാട്ടിലും ഫീൽ കിട്ടി പടം കണ്ടപ്പോൾ. പൃഥ്വിരാജൊക്കെ ഒരു ഹക്കീമായിട്ട് ചെയ്ത ക്യാരക്ടറൊക്കെ ചെയ്ത പയ്യനൊക്കെ അടിപൊളിയാണ്. വളരെ കണക്റ്റ് ആയിട്ടുണ്ട്. ഉണ്ട് നന്നായിട്ടുണ്ട്. നമുക്കത് കണക്റ്റ് ആവാൻ പറ്റും. ഫസ്റ്റ് സീൻ തൊട്ട് നമ്മൾ കണക്റ്റഡ് ആണ് ആ പടമായിട്ട്. ഫീൽ ഗുഡൊന്നും അല്ലെങ്കിലും നമ്മൾ ഇമോഷണലി നമ്മളെ അൺസ്റ്റേബിൾ ആക്കുന്ന ഒരു പടമാണെങ്കിൽ നമ്മൾ ഇരുത്തി കാണിക്കും, നമ്മൾ ചിന്തിക്കും ഓരോ മനുഷ്യരും അവരവരുടെ ജീവിതത്തിൽ പാസ് ചെയ്ത് പോകേണ്ട സ്റ്റോറീസ്, അല്ലെങ്കിൽ ജനിക്കുന്ന മുതൽ മരണം വരെ ഓരോ മനുഷ്യരും സർവൈവ് ചെയ്യേണ്ട പല സ്റ്റോറീസും നമ്മളിത് ചിന്തിക്കും. നമ്മളൊക്കെ എന്തോരം ബ്ലെസ്ഡ് ആണെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കും. ഞാനതാണ് ആലോചിച്ചത്. അയാൾ വെള്ളത്തിന് വേണ്ടിയിട്ട് പോലും കഷ്ടപ്പെടുമ്പോൾ നമ്മളൊക്കെ നമ്മളുടെ ജീവിതം എത്രത്തോളം ബ്ലെസ്ഡ് ആണ് നമ്മളെന്നാണ് ഞാൻ ചിന്തിച്ചത്. നന്നായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും എല്ലാം നമ്മളെ ഇരുത്തി അതിലേക്ക് തന്നെ നമ്മളെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുത്തി കാണിക്കുന്നുണ്ട്. നന്നായിരുന്നു. വളരെ നമ്മളെ നല്ല ഡെപ്തിൽ കണക്ട് ആക്കിയിട്ടുണ്ട്, നമ്മളെ ഡെപ്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നന്നായിരുന്നു, സൂപ്പറായിരുന്നു. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഗൾഫിൽ പോയിട്ട് അവർ ഒരുപാട് പേര് നാട്ടിൽ വരാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ സിനിമയിലൂടെ കുറേ മനസ്സിലാക്കാൻ പറ്റി, അവരുടെ കഷ്ടപ്പാട്, ഗൾഫ് ജീവിതങ്ങൾ. അപ്പം നമുക്ക് ഒരുപാട് പേര് അറിയാത്ത കാര്യങ്ങൾ അവിടെ പോയി ഇങ്ങനെയാണ് കഷ്ടപ്പെടുന്നതെന്ന് അറിയാൻ പറ്റിയല്ലോ. ഇവിടെ വരുമ്പോൾ അതൊന്നും എത്ര പേര് തിരിച്ചു വരാത്തവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ള ഒരറിവ് നമുക്ക് അതിൽ നിന്ന് കിട്ടി. കരഞ്ഞു ധീരജിനെ പറ്റിയിട്ടൊന്നും പറയാനില്ല. അഭിനയിച്ചങ്ങ് തകർന്നു തോന്നുന്നു. അവർ ജീവനൊരു വ്യക്തി അനുഭവിച്ച് ഒരു ലൈഫ് നമുക്ക് കാണിച്ചു തന്നു. ഇമോഷണൽ ആയിരുന്നു പടം. എല്ലാവരും നല്ല വിഷമത്തോടെ ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും കാണും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ബുക്കിലുള്ളത് തന്നെയാണ് കുറേ കാണിക്കുന്നത്. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്. സിനിമ അടിപൊളിയായിരുന്നു. കുറേ ഫ്രെയിമിങ്ങും കാര്യങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. കഥ എന്തായാലും ഓൾറെഡി എല്ലാവരും വായിച്ചിട്ടുണ്ട്. സിനിമ അടിപൊളിയായിരുന്നു. കഥാപാത്രങ്ങളെല്ലാം അടിപൊളിയായിരുന്നു. ആകെ മിസ്സിംഗ് ആയിട്ട് തോന്നിയ 3ാമതൊരാൾ വന്നിട്ട് അവസാനം ഒരു ഫിനിഷിംഗ് ഇല്ലാതെ വരുന്നു. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. രക്ഷിക്കാൻ വേണ്ടി ഒരാളുടെ വന്നിട്ടുണ്ടായിരുന്നു, പേര് കറക്റ്റ്. പുള്ളി മിസ്സിങ് അവസാനമായപ്പോഴത്തേക്ക് ജസ്റ്റ് മിസ്സിങ് എന്താണ് സംഭവം എന്നുള്ളത് കാണിച്ചിട്ടില്ല. എല്ലാവർക്കും ഫാമിലി ആയിട്ടായാലും അല്ലാതായാലും ഇന്ന് കാണാൻ പറ്റുന്നത്. എടുത്ത് പറയാൻ ആ ഒരു മേക്കിംഗ് തന്നെയാണ് അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടു. പ്രതീക്ഷ ആഫ്രിക്കൻകാരനായിരുന്നു എനിക്ക്. രാജനെക്കാട്ടിലും ഒരു ആഫ്രിക്കൻകാരനില്ലായിരുന്നു. സോങ് അടിപൊളിയായിരുന്നു. നല്ലോണം ഫീലായി. ഒത്തിരി കാര്യം നല്ലോണം ആദ്യം ഭയങ്കരമായിട്ട് സങ്കടം വരുന്ന പോലെ നല്ല ഫീലായി. പൃഥ്വിരാജ് ആയിരുന്നു. അടിപൊളി. നല്ലോണം ഫീലായി. എങ്ങോട്ട് നോക്കിയാലും ഫുള്ള് ഡെസേർട്ടും കാണുമ്പോൾ
നമ്മൾ തന്നെ വിചാരിക്കും ഒന്ന് രക്ഷപ്പെട്ടിരുന്നു ഓരോ സമയം അവരിങ്ങനെ ഒരു ഹോപ്പുണ്ട്, ഒരു ഹോപ്പ് തരും അവര്. ശരിക്കും അടുത്ത് പ്രവാസികളുടെ കഷ്ടപ്പാടാണ് സിനിമയിലുടനീളം കാണിക്കുന്നത്. നമ്മൾ ഗൾഫിലെന്ന് പറയുമ്പോൾ ഗൾഫിൽ പോയി അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാതെ. അപ്പോൾ അതിനെപ്പറ്റി ആ ഒരു ലൈഫിനെ പറ്റി എന്താണെന്ന് പറഞ്ഞു അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാട്. പൃഥ്വിരാജിൽ നജീബ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ്റെ കൂടെ ഒരു ക്യാരക്ടറുണ്ട്. അതൊക്കെ പുതിയ ക്യാരക്ടറാണ്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ കയറിയിരിക്കുമ്പോൾ അങ്ങ് നമ്മൾ അതുവഴി അങ്ങ് പോയി പോവും, വേറൊരു ലോകത്തായിപ്പോൾ. നമ്മൾ ആ ഡെസേർട്ടിലുള്ള പോലെ നമുക്ക് തോന്നിപ്പോവും. ഓരോ ചെറിയത് കാണുമ്പോൾ അവരൊന്ന് പുറത്ത് വന്നിരുന്നെങ്കിൽ നമ്മളും അങ്ങ് ആഗ്രഹിക്കും, ഒന്ന് പുറത്ത് പോയിരുന്നെങ്കിൽ, രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന്. നല്ല പടം. അടിപൊളിയായിരുന്നു. ഞങ്ങൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. നേരത്തെ സ്റ്റോറിയിലൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. അടിപൊളി ഒത്തിരി ആക്ടിങ് ഒക്കെ തന്നെയാണ്. ആക്ടിങ് വളരെ അടിപൊളിയായിരുന്നു. പിന്നെ ഇതെല്ലാം കാണാനായിട്ട് അടിപൊളിയായിരുന്നു. നല്ല ഗുഡ് ഫീലിംഗ്, ഭയങ്കര അടിപൊളിയായിരുന്നു. നന്നായി തന്നെ എടുക്കുന്നു.